എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. കുഴിമന്തി കഴിക്കാൻ വിളിച്ചപ്പോൾ കൂടെ കൂട്ടിയില്ല എന്നുള്ളതാണ് പരാതിയായി വരുന്നത്. കുഴിമന്തി കഴിക്കാൻ വിളിച്ചപ്പോൾ കൂടെ കൂട്ടിയില്ല എന്നുള്ളതാണ് പരാതിയായി വരുന്നത്. കുഴിമന്തി കഴിക്കാൻ വിളിച്ചപ്പോൾ കൂടെ കൂട്ടിയില്ല എന്നുള്ളതാണ് പരാതിയായി വരുന്നത്. നടക്കുന്നേ എന്തൊക്കെയാ എന്താ പറ എനിക്കറിയില്ല. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും അവിടെ നിൽക്കുന്നുണ്ട്. ആൺകുട്ടി നിൽക്കുകയാണ്. പെൺകുട്ടിയെ വനിതാ പോലീസുകാർ ഇരുത്തി അവർ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ശകാരിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി കരയുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഇവർ തമ്മിലുള്ള വഴക്കിന്റെ കാര്യം പോലീസിനോട് പറയുന്നത്. അതിങ്ങനെ അല്പനേരം മുൻപ് ഈ പെൺകുട്ടിയുടെ കാമുകൻ കുഴിമന്തി കഴിക്കാൻ പോയി, അത് കാമുകിയോട് പറഞ്ഞില്ല. പിന്നീട് ഇയാൾ കുഴിമന്തി കഴിക്കുന്ന ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ പെൺകുട്ടി കൈയോടുകൂടി പിടിക്കുകയായിരുന്നു. പിന്നീട് അത് വലിയ തർക്കത്തിൽ കലാശിച്ചു. വഴിയിൽ കിടന്ന് ഉന്തും തള്ളുമായി വഴക്കായി. അത് നാട്ടുകാർ പറഞ്ഞ പോലീസുകാർ അറിയുകയും അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്ക് തെറ്റാണോ? അവിടെ ഉണ്ടായിരുന്ന പിങ്ക് പോലീസ് ഈ പെൺകുട്ടിയെയും ആൺകുട്ടിയെയും ഇങ്ങോട്ടേക്ക് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയുമാണ് ഉണ്ടായത്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങള്. അന്നത്തെ കാലമല്ല ഇത്. ഇപ്പോഴത്തെ പിള്ളേർ അമ്മമ്മ വിചാരിക്കുന്ന പോലെ അല്ല. ഒരു കാര്യം, ഇപ്പോഴത്തെ യുവാക്കൾക്കിടയിൽ ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നമാകുന്നു. അത് പോലീസ് സ്റ്റേഷനിലേക്ക് വരെ എത്തുന്നു എന്നുള്ളതും കൂടിയല്ലേ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഞാൻ പെണ്ണ് കേട്ട. സഹിൻ ലൈവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മോറൽ കൂടിയാണ് സമൂഹത്തിന് നൽകുന്നത്. അതായത് എന്ത് കഴിക്കാൻ പോയാലും കൂടെയുള്ള ആളുകളെയും കൂടി കൂട്ടുക, അല്ലെങ്കിൽ അത് സ്റ്റാറ്റസ് ഇടാതിരിക്കുക. തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്നേക്കരുത് കേട്ടടാ.